ഇന്നത്തെ വിശേഷം എന്തൊക്കെയാ? എന്തോ മോളെ വിശേഷം. ഇന്ന് അടിപൊളി ഒരു ചക്ക കൂട്ടാൻ വെക്കാനാ വിചാരിച്ചിരുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി വരെ പോയപ്പോൾ അവിടുന്ന് 2-3 ചക്ക കിട്ടി. അത് കൊണ്ടുവന്ന് ചക്ക നാട് ഇതേപോലെ വെട്ടി പൊളിച്ച് അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് നല്ലപോലെ അങ്ങോട്ട് വേവിച്ച് ഇച്ചിരി ഇഞ്ചിയല്ല പച്ചമുളകും തേങ്ങയും ജീരകവും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് അരച്ച് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നല്ല ഒരു അരപ്പാക്കി അതിനകത്തോട്ട് കുഴച്ചിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കുറേ തോനെ കൊടുക്കാൻ പറ്റില്ല. ആവശ്യത്തിന് കറിയും കൊടുത്ത് ചക്ക കൂട്ടാൻ കൊടുത്ത് ചോറുണ്ണാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഒരുക്കാണ് കുറേ അമ്മമാർ ഇവിടെ കിടന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടില്ലേ. അമ്മമാരും ചെറുപ്പക്കാരും വയസ്സന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് ഇപ്പം നിമിഷ നേരം കൊണ്ട് അവരിത് റെഡിയാക്കി തരും. ചക്ക കൂട്ടാൻ ഉടനെ റെഡി. അതാണ് ഇന്നത്തെ വിഭവം. ചക്കയെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞു. എന്തോ പറയുന്നത് രാവിലെ ഉണ്ടാകുന്ന ചക്കയാണ്. അതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ രാവിലെ ചെയ്യുന്നില്ല. വെള്ളം പോലും ഒഴിച്ചു കൊടുക്കുന്നില്ല. എല്ലാ വർഷവും ഇതേ സമയമാകുമ്പോൾ ചക്കക്കാലമാണ്. അപ്പോൾ ചക്ക ശരീരത്തിന് നല്ലതാണ്. പിന്നെ മറ്റ് വളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഔഷധം കൂടിയാണ് ഈ ചക്ക. അല്ലാതെ അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. പണ്ടത്തെ കാലത്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചക്ക മൂച്ചു പോയില്ല. അങ്ങനെ അത് ശരിക്കും പറയാനും നമ്മൾ ഈ ചക്കയിൽ ഒന്നും കളയാനില്ല. ഈ കരിമുള്ളു മാത്രം ചെത്തി അങ്ങോട്ട് കളയും. പണ്ടുള്ള കാലത്ത് കളയും. എന്നിട്ട് ഈ ചക്ക കുത്തനെ കൊണ്ട് നിർത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുക്കും. അപ്പോൾ ഇതിനകത്ത് അരിയുന്ന ആ സമയത്ത് ഈ ചവണി അതിനകത്തുള്ള പാട ഇതേപോലെ പാട എന്ന് പറഞ്ഞാൽ പാട ഈ ചവണി ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഒരു ചക്ക കൂട്ടം ഉണ്ടാകുന്നത്. അന്നത്തെ ഒരു ദിവസം അത് ആ ചക്ക കൂട്ടാൻ അങ്ങ് തീ പിറ്റേന്ന് ഇതിന്റെ പൂഞ്ഞ് എന്ന് പറയുന്ന സാധനം നടുക്ക് ഇതും അന്ന് ചക്കപ്പുഴ കൂട്ടായി ചക്ക കൂട്ടാൻ ഉണ്ടാക്കാം. പിന്നെ ഈ പൂഞ്ഞുണ്ടാവും. ഈ പൂഞ്ഞ് ചക്കപ്പുഴ കൂട്ടിട്ട് വേറെ ഒഴിച്ച് കൈ തോരൻ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പൂഞ്ഞ് ചക്കപ്പുഴ കൂട്ടുണ്ടാവും. ഒന്നും വേസ്റ്റ് ആയി സാധനമൊന്നുമില്ല. ഈ ചക്ക തന്നെ വിളയുന്നതിന് മുന്നേ ഏകദേശം ഒരു ചെറിയ ചക്ക ഇത്രയും നീളമുള്ള ചക്ക ആകുമ്പോൾ തന്നെ ഈ ചക്ക നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങും. പണ്ട് ഇടിച്ചക്കയെന്നും പറഞ്ഞുകൊണ്ടൊരു കറിയുണ്ടാകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ ഈ കരിമുള്ള മാത്രം ചെത്തി കളഞ്ഞുകൊണ്ട് അതിനകത്ത് കുരുവൊന്നും ആവില്ല. കുരു ആവുന്നതിന് മുമ്പായിട്ട് തന്നെ ആയിരിക്കും ആ പരുവത്തിന് നടത്തണം. അത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് പുഴുങ്ങിയിട്ട് പണ്ടുള്ള കാലത്ത് ഉരലിനകത്ത് വെച്ച് ഇടിക്കലാണ്. ഉരലുണ്ടല്ലോ, ഉരലിൽ വെച്ച് ഇടിച്ച് അത് പൊടിച്ചെടുത്തിട്ട് അത് അതിനകത്ത് ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ചക്കയെ കൂട്ടുന്ന മാതിരി തന്നെ പിന്നെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം തേങ്ങയും വെളുത്തുള്ളി ജീരകമൊക്കെ ഇട്ട് ഒരു അരപ്പാക്കി അതിനകത്ത് ഇട്ടിട്ട് ഏകദേശം തോരൻ പരുവത്തിൽ വെള്ളം ഒട്ടുമില്ലാതെ തോരൻ പരുവത്തിൽ ആക്കി നല്ലൊരു തോരൻ വെക്കുന്ന മാതിരി തോരൻ തന്നെയാണ്. നല്ല ടേസ്റ്റ് വരും. അത് നല്ല വൃത്തിയാവണം. നല്ലപോലെ നല്ല പാകത്തിനെ വേവാം. തോനെ വെന്ത് കഴിഞ്ഞാൽ ഇടിച്ച് പൊടിക്കാൻ പാടാം. ഇപ്പം ഇടിച്ച് പൊടിക്കാൻ പൊതുവെ സ്ത്രീകൾക്ക് മടിയായതിൻ്റെ പേരിൽ മിക്സിയിലിട്ട് പൊടിച്ചിങ്ങോട്ട് എടുക്കലാണ്. അപ്പോൾ അത്രയ്ക്ക് ഗുണമാണ് ഈ ചക്കേൻ്റെതാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സിലായി? ഹലോ, നമ്മളിപ്പോൾ അവിടെ ചക്ക അരിഞ്ഞ് പറഞ്ഞായിരുന്നല്ലോ, കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു 10 ചോളം എടുത്തു കൊടുക്കുന്നത് ചക്ക ഉപ്പേരി എന്ന് പറയും. ചക്ക പറഞ്ഞ ചക്ക നമ്മളെ ചക്കച്ചോളം നീളത്തിന് അങ്ങോട്ട് അരിഞ്ഞിട്ട് നമ്മളിത് എണ്ണയിൽ ശകല ഉപ്പ് മാത്രം ഇതിനകത്തിട്ട് ഇളക്കിയതിന് ശേഷം എണ്ണ അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് ഇളക്കുകയാണ്. ഇതൊരു നല്ലതുപോലെ ഒരു മഞ്ഞ കളറായി വരുമ്പോഴത്തേക്ക് നല്ല ഒരു മഞ്ഞയായി വരുമ്പോഴത്തേക്ക് ഇത് കോരണം. കോരി തണുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല രുചിയുള്ള സാധനം കഴിക്കാം. ചക്ക ഉപ്പേരി അതുപോലെ വിലയുള്ള സാധനമാണ്. അത് മാത്രമല്ല ഇതിന് ഈ ചക്ക ഉപ്പേരി അവർ ഈ എണ്ണയിട്ട് ഇങ്ങനെ വറുത്ത് നമുക്ക് തരുന്നത് 1 കിലോയ്ക്ക് 450-500 രൂപ വരെ ഉണ്ട്. നമ്മളെ വീട്ടിലിത് ക്രമത്തിലധികം ചക്കപ്ലാവിൽ ഉണ്ടായത് വരുന്നതിൻ്റെ പേരിൽ ഇതിന് വിലയില്ല. പണ്ടൊക്കെ ഞാൻ പറയില്ല, ഒരു ചക്ക കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരുന്നു ലോകത്തുള്ളത്. ഇന്ന് ഓരോ പ്ലാവിന് ഓരോ പേരങ്ങിട്ട് വരിക്ക ചക്ക, ഊഴ ചക്ക, പിന്നെ ചെമ്പരത്തി വരിക്ക, അങ്ങനെ പല പേരുകളാണ് ഓരോ പ്ലാവിനുള്ളത്. ഇതിപ്പോൾ ആർക്കും വേണ്ട. കൂഴപ്ലാവാണെങ്കിൽ ചക്ക കൊള്ളത്തില്ല. അത് പഴുത്ത് തറയിൽ വീണ് ചീഞ്ഞു പോയാലും ആർക്കും വേണ്ട. ആ അവസ്ഥയാണ് ഇന്നത്തെ കാലം അങ്ങനെ മാറിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം മഞ്ഞ കളറായി തുടങ്ങിയിരിക്കുന്നു. മഞ്ഞ കളറായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിവരെ നല്ലതുപോലെ കണ്ണാപ്പ എന്ന് പറയുന്ന സാധനം കൊണ്ട് കോരി അങ്ങോട്ട് വെച്ചിട്ട് തണുക്കുമ്പോൾ നമുക്ക് കഴിക്കാം.